വെസ്റ്റ് ഏഷ്യ വാറിൻ്റെ മറ്റൊരു മുൾമുനയിലോട്ട് പോവുകയാണ്. അമേരിക്ക ഹോർമുസ് അടച്ചു. മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമാബാദ് ടോക്സിനകത്ത് ചില അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഈ പറയുന്ന എൻറിച്ച് യുറേനിയം ആണെങ്കിലും അതേപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈലാണെങ്കിലും അവിടുത്തെ പല കാര്യങ്ങളും, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹോർമുസ് പൂർണ്ണമായും തുറക്കണം. ഇതൊന്നുമില്ല എങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഈ സ്റ്റീഫൻ വിറ്റ്കോഫും അമേരിക്കൻ ഡെലിഗേഷൻ ഈ പറയുന്ന ഇറാനിയൻ ഡെലിഗേഷനോടും പാകിസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട്, ടോക്സ് ഫെയിലർ ആവുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ, കാരണം മനസ്സിലാക്കുക ഇപ്പോഴും ട്രൂസാണ്, സീസ് ഫയർ നിലനിൽക്കുകയാണ്, 2 ആഴ്ചത്തെ, ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട്, അവർ ഹോർമുസ് അടയ്ക്കുമെന്ന് തന്നെ പറഞ്ഞു. ഇത് തന്നെ പറഞ്ഞു. ഇത് ചില ഇന്ത്യൻ മീഡിയകൾ ഇത് പിന്നീടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരോട് ഇത് പറഞ്ഞിരുന്നു ഹോർമുസ് അടയ്ക്കുമെന്ന്, അവരോട് പറയുകയും ചെയ്തിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഹോർമുസ് അടയ്ക്കുകയാണെങ്കിൽ അതിനകത്ത് അമേരിക്കൻ വാർഷിപ്പ് ഇറാൻ്റെ തൊട്ടടുത്ത് 5-6 കിലോമീറ്റർ അവിടെ പെട്രോളിംഗ് നടത്തും. ഏതെങ്കിലും രീതിയിലുള്ള മിസൈലുകളോ ഇറാനിയൻ വാർഷിപ്പുകളോ അതേപോലെ തന്നെ സ്പീഡ് ബോട്ടുകളോ വെപ്പൺസുമായിട്ടോ സ്ഫോടക വസ്തുക്കളുമായിട്ടും അമേരിക്കൻ വാർഷിപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ തന്നെ പറഞ്ഞിരുന്നു മണിക്കൂറിനുള്ളിൽ ഇറാൻ്റെ പവർ പ്ലാന്റ് തകർക്കും. അതുകൊണ്ടാണ് ഏകദേശം 13-14 മണിക്കൂറായി ഹോർമുസ് അടച്ചിട്ട് അവിടെ മനസ്സിലാക്കുക, ഇറാനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഷിപ്പുകൾ, അതായത് ഇറാനിലോട്ട് പോകുന്നതും ഇറാനിയൻ പോർട്ടിലോട്ട് പോകുന്നതും അവരുടെ ക്രൂഡുമായി പോകുന്നു, അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറാന് ആവശ്യമുള്ള ചില സാധനങ്ങളുണ്ട്, അത് ഇന്ത്യ അയക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് നേഷൻ പറഞ്ഞിട്ട് ഹ്യൂമനിറ്റേറിയൻ ഇതിൻ്റെ പേരിലാണ് ഇന്ത്യ അയക്കുന്നത്. അതേപോലെ അവശ്യ വസ്തുക്കളുണ്ട്. ഈ സാധനങ്ങളൊന്നും തന്നെ ഇറാനിയൻ പോർട്ടിൽ പോകാൻ പാടില്ല, ഒന്നാമത്തെ നിബന്ധനയാണ്. പക്ഷേ ഹോർമുസിൽ കൂടെ നോൺ ഇറാനിയൻ ഷിപ്പ്, അതിനകത്ത് ഏകദേശം 1 ഷിപ്പ് ഇന്ത്യയുടെ കടത്തിവിട്ടു, അതേപോലെ ചൈനയുടെ 2 ഷിപ്പുകൾ കടത്തി. ഇതൊന്നും ഈ പറയുന്ന ഇറാനുമായിട്ടും ഇറാനിയൻ പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നതല്ല, ഇതെല്ലാം കടത്തിവിട്ടു. അപ്പോൾ ചോദ്യമുണ്ട്, ചില മലയാള വീഡിയോയിലൊക്കെ ടെലിവിഷൻ ചാനലിലൊക്കെ വരുന്നുണ്ട്, ഇറാൻ തിരിച്ചടിക്കും. മനസ്സിലാക്കൂ, ഇറാൻ്റെ കയ്യിൽ ഓപ്ഷനില്ല. ചിലപ്പോൾ ഇറാൻ ഈ പറയുന്ന ഹൂത്തികളെ കൊണ്ട് സൂയസ് കനാലും ഈ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് അത് അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ അമേരിക്ക പറഞ്ഞിട്ട് അമേരിക്ക ഹൂത്തികളുമായിട്ട് ചർച്ചയിലായി, കാരണം ഡിസ്കഷനിലായി, കാരണം ഹൂത്തികൾക്ക് ഇനിയും നിലനിൽക്കണം, യമൻ്റെ അകത്ത് നിലനിൽക്കണം. ഇനി പറയുന്ന പോലെ ഇറാൻ ഇനി അവരെ സഹായിക്കാൻ പറ്റില്ല. ഈ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഹൂത്തികൾക്കും അറിയാം, ഈ പറയുന്ന ഇറാൻ പറയുന്നത് പോലെ ഇനിയും ചെയ്യുകയാണെങ്കിൽ അവരുടെ നേതാക്കളെല്ലാം പൂർണ്ണമായിട്ടും ഹൂത്തികളില്ലാതായി പോകും. അതുകൊണ്ടാണ് സൂയസ് കനാലിൻ്റെ കാര്യത്തിൽ ഇത്രയും ദിവസമായിട്ടും ഒരു തടസ്സവും ഉണ്ടാകാത്തത്. അപ്പോൾ സൗദി അറേബ്യ വാൾ സ്ട്രീറ്റ് ജേർണലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവരുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറയുന്നുണ്ട്, ടോക്സിൽ കൂടെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്, എക്കണോമിക് ബ്ലോക്കേഡ് അല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, അമേരിക്ക ഇറങ്ങിത്തിരിച്ചത് എന്തിനു വേണ്ടിയാണ്? അതായത് എൻറിച്ച് യുറേനിയം റിജീമിനെ ചേഞ്ച് ചെയ്യുക, അതേപോലെ പൂർണ്ണമായിട്ടും അവരുടെ എണ്ണയുടെ സംഭവം അതിൻ്റെ മേൽക്കോയ്മ എടുക്കുക. ഇതൊക്കെയുണ്ട്, ഇതിൻ്റെ അജണ്ടയുണ്ട്. ഇത് ഓപ്പൺ അജണ്ട അല്ലാത്ത അജണ്ടകളൊക്കെ ഉണ്ട്. അതിലവർ സക്സസ് ആകാതെ ഇനി ഈ വാറ് 1 വർഷം നീണ്ടു നിന്നാലും ഇനി 6 മാസം നീണ്ടു നിന്നാലും അവർ ഈ വാറ്, അമേരിക്കയുടെ സക്സസ് ഇല്ലാതെ അവർ ഈ വാറ് നിർത്തത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ മുഴുവൻ അറബ് രാജ്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായി. കാരണം ഹോർമുസ് എന്ന് പറയുന്ന ഗ്ലോബൽ ലൈഫ് ലൈനാണ്, വെറും ലൈഫ് ലൈൻ അല്ല, ഗ്ലോബൽ ലൈഫ് ലൈനാണ്. ഇപ്പോഴാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യക്കാർക്കും മനസ്സിലായത്, ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ലോകത്തിലെ എക്കോണമിയുമായിട്ട് എത്രമാത്രം ക്രൂഷ്യൽ ഘടകമാണ്. എണ്ണ ഇങ്ങനെ വരുന്നു, കെമിക്കൽ വരുന്നു, അത് വരുന്നു, ഒരു പ്രശ്നമൊന്നുമില്ല, ആർക്കും അറിയത്തൊന്നുമില്ല. പക്ഷെ അത് തടഞ്ഞു കഴിഞ്ഞപ്പോഴും വെസ്റ്റ് ഏഷ്യ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ലോകത്തെല്ലാവരും പല രാജ്യങ്ങൾക്കും എൻ്റെ സീനിയർ ഡിപ്ലോമാറ്റ്സിന് അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം,
ഇതിനെപ്പറ്റി പഠിക്കുന്നവർക്കറിയാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട മെറിറ്റൈം ഇത്രമാത്രം ഗ്ലോബൽ ലൈഫ് ലൈന് ക്രൂഷ്യലാണെന്ന് പല ആൾക്കാരും ഇപ്പോഴാണ് അറിയുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇറാൻ്റെ കയ്യിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോർമുസ് ആണ്. മറ്റൊന്ന് സൂയസ് കനാലുമായി ബന്ധപ്പെട്ട് സൗദിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. അത് നടക്കുന്ന കാര്യം സംശയമാണ്. കാരണം അൽബാദർ എന്ന് പറഞ്ഞ് അവരുടെ ഒരു മുനമ്പുണ്ട്, അത് തടയും, അവിടെ ബോംബ് ചെയ്യുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയും സമയമായിട്ടും അവിടെ മിസൈലോ ഈ പറയുന്ന ഇറാൻ്റെ നേവി പെട്രോളിങ്ങോ ഒന്നുമില്ലാത്ത? ഒന്നാമത് മനസ്സിലാക്കണം, ഏകദേശം 155ഓളം ഇറാനിയൻ ഷിപ്സും വെസൽസും നേവി സംഭവങ്ങൾ ഏകദേശം എല്ലാം തീർന്നു കഴിഞ്ഞു. പിന്നെ അവർക്ക് കുറച്ച് സ്പീഡ് ബോട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും വെനൂസിലയുമായിട്ടുള്ള ഇടപാടിൽ എങ്ങനെയാണ് അമേരിക്ക ബ്ലോക്കേഡ് ചെയ്ത വെനൂസിലിൻ്റെ ഓയിലും അവരുടെ ലിങ്ക് ആയിട്ടുള്ള സംഭവം പസഫിക്കിൽ എങ്ങനെയാണ് അവർ ബ്ലോക്കേഡ് ചെയ്തത്. അവർ ചോപ്പറും ഫൈറ്ററും വന്നതിനെ അങ്ങ് ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനേക്കാളും കഷ്ടമായിട്ട്, കാരണം ഈ ഗ്ലോബലായിട്ട് ഈ മാരിടൈമിൻ്റെ അകത്തും ഈ നേവിക്കകത്തും അമേരിക്കക്ക് ഗ്ലോബലായിട്ട് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ശരിക്കും ഉണ്ട്. അതിനെപ്പറ്റി ഹൈ എൻഡ് ടെക്നോളജി ഉണ്ട് അവരുടെ കയ്യിൽ. അവർക്കത് ഇറാനെ ശരിയാക്കാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോമീറ്റർ 5, 6, 7 കിലോമീറ്റർ ദൂരെ മാറിയാണ് പല അമേരിക്കൻ വെസലുകൾ ഇറാൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഇറാൻ ഏതെങ്കിലും രീതി അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ പറയാൻ പറ്റത്തില്ല. അവിടെ പെട്ടെന്ന് ഈ കരയിൽ നിന്ന്, ഈ കടലിൽ നിന്ന് ആ കരയിലോട്ട് കയറാം, ഈ കർഗൈലിൻ്റെ പിടിച്ചെടുക്കാം, കരയുദ്ധം തുടങ്ങാം, ഇറാഖിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ കയറി ഇങ്ങോട്ടങ്ങ് കയറാം. ഇതിനൊന്നും പോസിബിലിറ്റി തള്ളിക്കളയുന്നില്ല ലോകരാജ്യങ്ങൾ. കാരണം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് നീണ്ടു നിൽക്കരുത് എന്ന് തന്നെയാണ് രാജ്യങ്ങളെല്ലാം പറയുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ആരാണ്? ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ആരാണ്? ഏറ്റവും കൂടുതൽ യൂറോപ്പാണ് സഫർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇന്ത്യയും ചൈനയും ഏഷ്യൻ രാജ്യങ്ങളൊക്കെ സഫർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സൗദി ആണെങ്കിലും UAE ആണെങ്കിലും കുവൈറ്റും ഒമാനും ബഹ്റൈനും ഖത്തറും ഇവർ സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ സപ്ലൈ ചെയിൻ ഡിസറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സഫർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂറോപ്പും ഏഷ്യൻ രാജ്യങ്ങളാണ്. മറ്റേ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന അമേരിക്കയ്ക്കും മറ്റുള്ള രാജ്യങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല. നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞ പോലെ കെമിക്കൽ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ, അതായത് ഫുഡിൻ്റെ ഉറപ്പായിട്ടും ഫർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഓരോന്ന് പൊങ്ങി വരുന്നത്. കാരണം ഇത്ര % ഫർട്ടിലൈസർ അവിടുന്നാണ് വരുന്നത്. അപ്പം അതില്ല എങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾക്കൊന്നും ഫുഡ്, അതായത് ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും മറ്റുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല. സ്റ്റോക്സൊക്കെ ഒരു ലിമിറ്റഡേ ഉള്ളൂ. കാരണം സീസൺ തുടങ്ങാൻ പല രാജ്യങ്ങളിലും പല സീസണിലാണ്. ഇന്ത്യയുടെ ആണെങ്കിൽ ട്രോപ്പിക്കൽ സീസണാണ് നമ്മുടെ ഫാമിംഗ് എന്ന് പറയുന്നത്. എപ്പോഴും മഴയെ ആശ്രയിച്ചും വെള്ളത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ സീസൺ തുടങ്ങാൻ പോവാണ് കർഷകരുടെ. അതായത് പുതിയ ഹാർവസ്റ്റും പരിപാടികളും കൊയ്ത്തും പരിപാടികളും തുടങ്ങാൻ പോകും. അപ്പോൾ അത് കഴിയുമ്പം അവർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടിരിക്കുന്നത്. മനസ്സിലാക്കൂ, ഇന്ത്യയിലെ റെസ്റ്റോറൻറ്റിലും ഹോട്ടലിലും ഈ പറയുന്ന LPGയുടെ ഷോർട്ടേജ് വളരെ ഹൈ ആണ്. ഇപ്പോൾ ഇന്നലെ ഡൽഹിയിൽ തന്നെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് 10% വരെ ചാർജ് ഇൻക്രീസ് ചെയ്തു. കാരണം വെളിയിൽ ചാർജ് കൂടുതലാണ്. പലയിടത്തും പല റെസ്റ്റോറൻറ്റിൽ പല മെനു സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ പല റെസ്റ്റോറൻറ്റ് പല ജോലിക്കാരെ പകുതിയോളം പിരിച്ചു വിട്ടു. കാരണം ജോലിയില്ല, ആൾക്കാരുടെ പണമില്ല. മാറ്റർ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരെ മാറ്റർ ചെയ്യുന്നില്ലേ? ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ബിസിനസ് നടത്തുന്നുണ്ട്. അവരുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് എത്രയോ ആൾക്കാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അവർക്കുള്ള റെമിറ്റൻസ് കുറയത്തില്ല, കുറയും. ടൂറിസം മേഖലയെ ബാധിച്ചിട്ടില്ലേ? ബാധിച്ചിട്ടുണ്ട്. അതായത് ഹോർമുസ് എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കിട്ടിയേ മതിയാവത്തുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരൊക്കെ പറയുന്നു ഈ ട്രംപിൻ്റെ ഇമേജ് അമേരിക്കയിൽ പൊളിഞ്ഞു. ഈ അമേരിക്കൻ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരാളാണ് ഞാൻ. ഇപ്രാവശ്യം നേരത്തെയും പോയിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യവും പോയി. കൺസർവേറ്റീവ് അമേരിക്കൻസിന് അവരുടെ ഒറ്റ രക്ഷയേ ഉള്ളൂ. ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്, ലോകത്ത് എന്ത് വന്നാലും അവൻ രക്ഷപ്പെടണം, അത്രയേ ഉള്ളൂ. മറ്റുള്ളവൻ പ്രശ്നമുണ്ടായോ അതുണ്ടായോ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല.
ട്രംപ് പോയിട്ട് മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ഏകദേശം 4-5 ട്രില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നത് അമേരിക്കയിൽ മാറ്റമുണ്ടായി. നിങ്ങൾ ആ ലേറ്റസ്റ്റ് അമേരിക്കയുടെ തൊഴിൽ ഡേറ്റ എടുത്ത് നോക്ക്. അവിടെ തൊഴിലവസരം കൂടി, ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന സമയമായി മാറി. അതേ ഉള്ളൂ അമേരിക്കക്കാരൻ്റെ കൺസേൺ. അവന് ജോലി ചെയ്യണം, അവൻ്റെ ജീവിതവും കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകണം. മറ്റുള്ളവരെന്താ അനുഭവിക്കുന്നു, എന്ത് ചെയ്യുന്നു, അവനിതൊന്നും പ്രശ്നമേ അല്ല. അതാണ് അമേരിക്കൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കുന്നത്. എങ്ങനെ ഇന്നും ട്രംപ് അവിടുത്തെ സ്റ്റാർ. കാരണം അവർക്കൊക്കെ അറിയാം ട്രംപ് നല്ല കച്ചവടക്കാരനും ബിസിനസ്സുകാരനുമാണ്. ഇവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയുണ്ട് അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയിൽ ജോ ബൈഡൻ കാണിച്ച അബദ്ധം. അതേപോലെ തന്നെ പലയിടത്ത് ചൈനയുടെ ഒരു മേൽക്കോയ്മയുണ്ടായിരുന്നു. അതൊക്കെ ഈ ട്രംപ് വന്ന് കഴിഞ്ഞ് 1.5 വർഷം കൊണ്ടൊന്ന് ഇല്ലാതാക്കി കളഞ്ഞു. അമേരിക്കയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഡ്ജുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും മുമ്പിലും. പലരും ലോകത്തെ പല പത്രങ്ങളും എക്സ്പേർട്ടുകളും പറഞ്ഞു ഇത്ര വർഷം കഴിയുമ്പോൾ ചൈന മുന്നേറും. ഇപ്പോഴാരും അത് പറയുന്നേ ഇല്ല. അമേരിക്ക തന്നെയായിരിക്കും മുമ്പിൽ. ഗ്ലോബൽ എക്കോണമിയിൽ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോഴാരും അത് മിണ്ടുന്നില്ല. കാരണം ട്രംപ് അങ്ങനെയാണ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒക്ടോബറിൽ അമേരിക്കൻ മിഡ് ടൈം ഇലക്ഷനാണ്. അതിനകത്ത് ഈ പറയുന്നൊന്നുമല്ല. അമേരിക്ക മാഗ എന്ന് പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പോയിട്ട് അമേരിക്ക സെറ്റിൽ ചെയ്യുന്ന അവർക്കൊക്കെ വലിയൊരു പോസിറ്റീവ് പ്ലസ് പോയിൻ്റാണത്. അവിടുത്തെ പത്രങ്ങൾ പറയുന്നത് ഇതുമായിട്ട് വ്യാഖ്യാനിക്കുകയൊന്നും ചെയ്യരുത്. അവരുടെ എക്സ്പേർട്ടുകൾ എന്ന് പറയുന്നത് പലരും നിങ്ങൾ മനസ്സിലാക്കി ഇന്ത്യയിൽ വന്നിരുന്ന് പറയുന്ന ടെലിവിഷനിൽ പറയുന്ന പോലെ എക്സ്പേർട്ടുകളല്ല അവരധികം. അവരൊരു ലോബിങ് പാർട്ടായിട്ട് വരുന്ന എക്സ്പേർട്ടുകളാണ്. അതായത് ഈ വെളുത്ത സായിപ്പന്മാർ, അതായത് ആ സ്കിൻ കളറുള്ളവർ, അവർ ഓരോരുത്തർക്കും ലോബിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രംപുമായിട്ട് നേരത്തെ അടുപ്പമുള്ളവരുണ്ടായിരുന്നു, അവരെ പിണങ്ങിയവരുണ്ട്, അവർ ട്രംപിനെ തെറി വിളിക്കുന്നു. ഇതൊക്കെ അവിടെ ഉള്ളതാണ്. പക്ഷേ ഇതൊന്നും ഇന്ത്യയെ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ജനാധിപത്യ രാജ്യം. ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള വോയിസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അതാണ് ആ രാജ്യം. അൾട്ടിമേറ്റ്ലി ആ രാജ്യക്കാരൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ആ രാജ്യം പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോകണം. ഇറാൻ തന്നെ കയറി പിടിക്കുകയാണെങ്കിൽ അത് അമേരിക്കയുടെ അഡ്വാൻറ്റേജ്. വെന്യൂസിൽ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ എണ്ണ മുഴുവൻ അമേരിക്കയുടെ കസ്റ്റഡിയിലായി. അമേരിക്കൻ കമ്പനികളാണ് ചെയ്യുന്നത്. ചൈനീസ് കമ്പനികൾ ദൂരെ കളഞ്ഞു. ഈ പറയുന്ന പോലെ റഷ്യ ഒരിടത്തങ്ങ് എൻഗേജ്ഡായി. അവർക്കൊന്നും വോയിസ് ഇല്ല. ചൈനയാണെങ്കിൽ ചൈനീസ് എക്കോണമി വളരെ നാളിന് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം അത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഇതാണല്ലോ ഗ്ലോബൽ എക്കോണമിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. യൂറോപ്പിനെ പറ്റി നിങ്ങൾക്ക് എടുത്തു നോക്കുക. യൂറോപ്യൻ എക്കോണമി ഇനി മുന്നോട്ട് പോകത്തില്ല. ഇനി വരാൻ പോകുന്ന എക്കോണമി എന്ന് പറയുന്നത് വെസ്റ്റ് ഏഷ്യയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ കമ്പനികൾക്കും വെസ്റ്റ് ഏഷ്യയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇലോൺ മസ്ക് ആണെങ്കിലും മറ്റു പലരും പോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം അതാണ്. കാരണം എനർജിയുണ്ട്, ഒരു പുതിയ ലോകത്തെ ഉണ്ടാക്കിയെടുക്കാം. ഈ പറയുന്ന സൗദി ആണെങ്കിൽ UAE ആണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്നത് കേട്ട് മുന്നോട്ടങ്ങ് പോയിക്കോളും. ഈ ഫ്രാൻസിനും UK അവിടെ ഫ്രാൻസിലും UK ഒക്കെ പോയ മലയാളികൾക്ക് അറിയാം അവിടെ ജോലിക്കുള്ള ബുദ്ധിമുട്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അവരുടെ എക്കോണമി താഴോട്ട് പോവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ഥിതി പൊതുവെ ഇങ്ങനെയാണ്, ഇൻക്ലൂഡിങ് ജർമ്മനി പോലും. അതായത് അവർക്കൊന്നും ലോകത്തിന് പുതിയൊരു എക്കോണമി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റ് കയറി ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡോമിനേഷനിൽ, അവരുടെ കസ്റ്റഡിയിൽ ഇതിനെ കൊണ്ടുവരണം. അതിനവർ യുറേനിയം എന്നും ഹോർമുസ് എന്നും അതും ഇതും ഒക്കെ അങ്ങ് പറയും. അത് തടയും, ഇത് തടയും. ഇതിനകത്ത് അവർക്ക് ചിലവൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് 200-300 ബില്യൺ അവർ ചിലവാക്കും. പക്ഷെ കിട്ടാൻ പോകുന്ന ട്രില്യനാണ്. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. വാറെന്ന് പറയുന്നൊരു ബിസിനസ്സാണ്. കാരണം ലോങ് ടൈമാണ്, ഇത് ഷോർട്ട് ടൈം അല്ല. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഷോർട്ട് ടൈമാണ് ഗെയിൻ നോക്കുന്നത്. അമേരിക്ക ഇപ്പോഴും ലോങ് ടൈം ഗെയിനാണ് നോക്കുന്നത്. അവിടെയാണ് ട്രംപ് സക്സസ് ആകുന്നത്. ട്രംപിൻ്റെ ഇമേജിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അവിടെയുള്ള എക്സ്പേർട്ടുകൾ എന്ന് പറയുന്ന ലോബിയിങ്ങിൻ്റെ, അവിടുത്തെ മീഡിയ എന്ന് പറയുന്ന ലോബിയിങ് പാർട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോറികൾ ഓരോന്നായിട്ട് വന്നു വിടും. ഒരു കാര്യം ഞാൻ പറയാം, ഇറാനെ പിടിച്ചെടുക്കുക, അമേരിക്കൻ കസ്റ്റഡിയിലാക്കാതെ അമേരിക്കൻ സൈന്യം അവിടുന്ന് പോകില്ല.
ഇത്രമാത്രം ബില്യൺ മുടക്കി ഇത്രയും ഷിപ്മെൻറ്റും ഇത്രയും ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ 4 മിസൈൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇതെല്ലാം ഇട്ടിട്ട് പോകുമെന്ന്? അവരങ്ങനെ ചെയ്യത്തില്ല. അവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതേപോലെ അവരൊരു ക്രെഡിബിലിറ്റി ഇല്ലാതായി മാറും. ഈ പറയുന്ന അറബ് രാജ്യങ്ങളെല്ലാം തള്ളിക്കളയും. അതുകൊണ്ട് ഇറാനെ കസ്റ്റഡിയിൽ അവർ എടുത്തിരിക്കും. എന്ത് വില വന്നാലും എന്ത് നഷ്ടം വന്നാലും കസ്റ്റഡിയിലെടുക്കും. അതിനിപ്പോൾ ഇസ്രായേലിനെയും വെച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട ഈ ഇറാനെ പിടിക്കാൻ. അത് അമേരിക്ക കൃത്യമായിട്ട് പിന്നെ എല്ലാവരുടെയും കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമാണ്. ഈ അഫ്ഗാനിസ്ഥാനെ പിടിക്കാൻ വേണ്ടി എന്ത് നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടാ? അവിടെ ഒരു കുന്തവും ഇല്ല. അപ്പോൾ എല്ലാവരെയും കൂടെ നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ പോളിസി. അവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി വളരെ കൃത്യമായിട്ടാണ് പോയത്. നമ്മളിപ്പോൾ ഇറാൻ്റെയും കൂടെ ന്യൂട്രലാണ്. കാരണം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേക്ക് ഹോൾഡറാണ്. ഈ പറയുന്ന അറബ് രാജ്യങ്ങളാണെങ്കിലും ഹോർമുസ് ആണെങ്കിലും സംബന്ധിച്ചത്. അപ്പോൾ നമ്മളൊരു ഡിസ്കഷൻ ടോക്സിൽ കൂടുതൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇന്ത്യ പറയുന്നത്. ഇപ്പോൾ ജനീവ ടോക്സിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത്. നോക്കാം അതിനകത്ത് എന്താണ് റിസൾട്ട് ഉണ്ടാകുക. എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ പറയുന്ന 85 ലക്ഷം ഇന്ത്യക്കാരെ അവരുടെ ബിസിനസ്സിനെ അവരുടെ ജോലിയെയും അവർ ഇന്ത്യയിലുള്ള കുടുംബത്തെയും സീരിയസ് ആയിട്ട് ഇത് ബാധിക്കാൻ പോവുകയാണ്. ജോലി പോവുക മാത്രമൊന്നുമല്ല, പാട്ടം കെട്ടിയൊക്കെ തിരിച്ച് വരേണ്ട രീതി. കാരണം ഈ ഇറാൻ പിടിക്കും, ഇറാനും അറ്റാക്ക് ചെയ്യും തിരിച്ച്. ഇറാൻ്റെ ഓപ്ഷൻ ഇത് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ മാക്സിമം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ലൈഫിനെ, അത് അവരുടെ ലൈഫിനെയും അവരുടെ ജീവിതത്തെയും അവരുടെ ജോലിയെയും അതിനെ ബാധിക്കുമ്പോഴാണ് ഇന്ത്യയിൽ പ്രശ്നമുണ്ടാകുന്നത്. മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ എക്കോണമി ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്ഥിതി വളരെ മോശമാണ്. ഈ പറയുന്ന ക്രൂഡിൻ്റെ വില 100, 120 കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യയിലും ഇതിൻ്റെ വില കൂട്ടിയേ മതിയാവത്തുള്ളൂ. കാരണം അത്ര വലിയ നഷ്ടം സഹിച്ച് ഏകദേശം ഇപ്പം തന്നെ ഏകദേശം 40 മുതൽ 50 രൂപയാണ് 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പോകുന്നത്. നഷ്ടം സഹിച്ചാണ് കൊടുക്കുന്നത്. ടാക്സിൻ്റെ കാര്യം നിൽക്കട്ടെ. അപ്പോൾ ആ ഒരു നഷ്ടം സഹിച്ച് പോകുമ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ബാധിക്കും. അതായാലും ഇന്ത്യയുടെ എക്സ്പോർട്ട്, ഇന്ത്യ ഇത്രമാത്രം എക്സ്പോർട്ട് ചെയ്യുന്നതാണ് മിഡിൽ ഈസ്റ്റിൽ, അത് ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഇന്ത്യ അല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നു. അതാണ് ഒരു ഗ്ലോബൽ ലൈഫ് ലൈൻ ഈ ഹോർമുസിനെ പറയാനുണ്ടായ കാരണം. അത് പിടിച്ചെടുത്ത് കൊടുത്തില്ല എങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും, ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കും. അത് എത്രയും വേഗം നടക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത്.